ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് എന്ന യൂട്യൂബ് ചാനലിന്റെയും ലവ് ഈച്ച് അതർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സഹോദരിമാരുടെ 169ാമത്തെ പ്രയർ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ 168 മീറ്റിങ്ങുകളും വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ കർത്താവ് നടത്തി തന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ അത് വളരെ അനുഗ്രഹമായിരുന്നു. ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അത് നല്ലതായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക സഹോദരിമാരിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന എന്നുള്ള വിഷയത്തെ കുറിച്ച് കേൾക്കാൻ ദൈവം സഹായിച്ചു. മാത്രമല്ല, വിവിധ വിഷയങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും ദൈവം കൃപ തന്നു. ആ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടികള് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പൊതുവായിരിക്കുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ എല്ലാ വ്യക്തികളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവം അതിനുള്ള മറുപടികൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്നും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളാണെങ്കിൽ പോലും ഒരു മനസ്സോടുകൂടെ, ഒരപ്പന്റെ മക്കൾ എന്നുള്ള പദവിയോടുകൂടെ ഒരു സ്ഥലത്ത് കൂടി വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ തന്നെയാണ് നമുക്ക് വരുവാൻ ദൈവം സഹായിച്ചത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് നമ്മുടെ തങ്കമാമയായിരിക്കും. പിന്നെ 2 പാട്ട് നമുക്കായി പാടുന്നത് ഐശ്വര്യ സുരേഷ് കൊടുങ്ങല്ലൂർ, പ്രിയ മകള് 2 പാട്ട് നമുക്ക് വേണ്ടി പാടും. മെസ്സേജ് തരുന്നത് ലത സുരേഷ് കൊടുങ്ങല്ലൂർ, ഐശ്വര്യയുടെ അമ്മ ലത സഹോദരി ആയിരിക്കും. അതിനുശേഷം നമുക്ക് റൂം തിരിക്കാൻ സഹോദരിമാർ കയറുമെങ്കിൽ നമുക്ക് റൂമിലേക്ക് പോയി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് പൊതുവായി ഇരുന്ന് തന്നെ നമുക്ക് വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. 7:25 വരെയുള്ള നമ്മുടെ പ്രാർത്ഥനാ സമയം. അതിനുശേഷം നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് സരസ്വതി എൽദോ പുന്നപ്പുറ. അങ്ങനെയായിരിക്കും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സഹോദരിമാരെയും കർത്താവിന്റെ നാമത്തിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ അവരെ അനുഭവിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും തന്നെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കാം. നെറ്റ് പ്രോബ്ലമോ മറ്റുള്ള ഒന്നും തന്നെ തടസ്സമായി വരരുത്. നമുക്ക് എല്ലാവർക്കും ആത്മീകമായി തന്നെ നമുക്ക് വന്നുകൂടിയ പോലെ അല്ല, പോകുമ്പോൾ വളരെ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് പിരിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് തങ്കമാമയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ അപ്പച്ചന്റെ പാദപീഠത്തെങ്കിൽ പെൺമക്കളായ അവിടുത്തെ ഈ പെൺമക്കൾ ഒരു പ്രാവശ്യം കൂടെ അടുത്ത് വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ട് സ്തോത്രം. അപ്പച്ച, അവിടുന്ന് സ്വർഗീയ പിതാവാണ്, എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവമാണ് ഞങ്ങൾക്കുള്ളത്. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് രാജാതി രാജാവ്, കർത്താതി കർത്താവ് ആയിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ എളിയവരുടെ ആരാധനയും സ്തുതിയും അതിന്റെ കുറവുകളെല്ലാം നീക്കി കർത്താവെ അവിടുന്ന് പിതാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നുകൊണ്ട് സ്തോത്രം. അത് അവിടുന്ന് സൗരഭ്യ വാസനയായി അർപ്പിക്കുന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരവസരം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നോർത്ത് സ്തോത്രം. ഇന്നും ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാൻ വിവിധ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളെ ഒരുക്കി കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലാണ് ഞങ്ങൾ, പല സമയങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എങ്കിലും അവിടുന്ന് ഞങ്ങളെ ഒന്നിച്ച് ഒരാത്മാവിൽ കൂട്ടി വരുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ ആരാധിക്കും. ഇന്നത്തെ കൂടി വരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു വെള്ളിയാഴ്ചക്കാലം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നുകൊണ്ട് സ്തോത്രം. ഇന്ന് ഈ വെള്ളിയാഴ്ച കർത്താവെ അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അനേക വിഷയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഓർക്കുവാൻ ഞങ്ങൾക്കിടയാക്കണം. ഇന്നിവിടെ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഫാത്തിമ ശിവകുനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസിക്ക് കുടുംബമായി കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും താലന്തുകൾക്കായും സ്തോത്രം. അത് കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യുവാൻ
കർത്താവ് ഇടയാക്കുന്നതുകൊണ്ട് സ്തോത്രം. നിന്റെ മകൾ കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകളും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് അസ്നത്ത് മോളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവം അവൾക്കും അനുഗ്രഹങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുക. സ്തോത്ര. കുടുംബമായി മക്കളെ ഇരുവരെയും തൃക്കരങ്ങളിൽ വയ്ക്കുന്നു. പ്രിയദാസിയും ദാസിനെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എന്റെ ദൈവമേ എന്ന് പാട്ട് പാടുന്ന ഐശ്വര്യ സുരേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, അവരെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രഭേദലിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ പാട്ട് പാടുവാനുള്ള കഴിവ് കർത്താവിന്റെ നാമത്തിൽ പാടി ഞങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതാണല്ലോ അവിടുത്തെ സ്തുതിച്ച് പാടണമെന്നുള്ളത്. കർത്താവെ, അതിനുള്ള അവസരങ്ങളും അതിനുള്ള താലന്തുള്ളവരെയും ഞങ്ങൾക്ക് നൽകി തന്നിരിക്കാൻ സ്തോത്രം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മെസ്സേജ് തരുന്ന കർത്താവെ ലതാ സുരേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ വേദാസി മക്കളുമായിട്ട് അവർ കുടുംബമായി സന്തോഷമായി ദൈവസന്നിധിയിലായിരിക്കുന്നു. അവൾക്ക് കൊടുത്തിരിക്കുന്ന മെസ്സേജ് അതിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ചു തരുമ്പോൾ ഞങ്ങൾക്കത് അനുഗ്രഹത്തിന് സമയമാക്കി തീർക്കണം. പ്രാർത്ഥനയ്ക്ക് ഒന്നുകൂടി ഞങ്ങൾക്കൊരു ഉത്സാഹം തരുവാൻ, ഉണർവ് ലഭിപ്പാൻ അതിന്റെ ദാസിയുടെ വചനം മുഖാന്തരം ഇടയാക്കണമേ. നിന്റെ ദാസിയിൽ കൂടെ അവിടുന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുശേഷം ഞങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകണം. റൂം തിരിക്കുവാൻ ആളുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോകില്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ആ ആവശ്യബോധത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ അതിനുത്തരം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തുടർന്ന് ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഹൃദയം പകരുവാൻ, ആ ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന പോലെ ഞങ്ങൾ ഹൃദയം പകരുവാൻ, അപ്പോൾ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുക. സാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ഞങ്ങൾക്ക് ഉത്തരം നൽകി തരുമല്ലോ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവരായി, ആത്മീയ ചൈതന്യം ലഭിച്ചവരായി ഞങ്ങൾ പിന്നെയും കർത്താവ് കൂടി വന്ന് ഐശ്വര്യമോള് കർത്താവെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം. അങ്ങനെ ഞങ്ങളെ ഈ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സ് ഞങ്ങൾ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സന്തോഷിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പല സഹോദരിമാരിൽ നിന്നും മെസ്സേജുകൾ കേട്ടു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ചൈതന്യം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമും കർത്താവിനെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുന്ന് കൂടെ ഇരിക്കണം. നെറ്റ് ഇഷ്യൂ ഒന്നും ഉണ്ടാകാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണം. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന പ്രിയദാസന്മാരെയും ദാസന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹവുമായി അവിടുത്തെ നാമമഹത്വത്തിന് ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമം മഹത്വപ്പെടുവാനിടയാക്കണം. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരിമാരെയും അവിടുത്തെ കരങ്ങളിൽ വയ്ക്കുന്നു. ഇന്ന് നെറ്റ് ഇഷ്യൂവോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാതെ ഞങ്ങൾ സമാധാനമായിട്ട് അവിടുത്തെ സന്നിധിയിലിരുന്ന് കർത്താവിനോട് തന്റെ സന്നിധിയിൽ ഞങ്ങൾ സന്തോഷം പകരുവാൻ, ഞങ്ങൾ ബലം പ്രാപിക്കുവാൻ, ആ ആത്മീയ ചൈതന്യം ലഭിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുവാനിടയാക്കണം. സകല കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ വയ്ക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 സ്തോത്രം. താങ്ക് യു അമ്മാമ. ദൈവം അമ്മാമയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമഹത്വത്തിനായിട്ട് തീരാൻ ദൈവം സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് 2 പാട്ട് കേൾക്കാം. ആ പാട്ട് പാടുന്നതിനായിട്ട് നമുക്ക് ഐശ്വര്യ മോളെ ക്ഷണിക്കുന്നു. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്ലാറ്റ്ഫോമിൽ പാട്ട് പാടുന്നത്. അപ്പൊ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും. ആന്റിമാരെന്നോട് ക്ഷമിക്കണം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ
അത്ഭുതമായി നടത്തിടും മധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ അത്ഭുതമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാനാവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാനാവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അവരോട് ചേർന്നിരുന്നായി. അടുത്തത് തത്വചിന്തയിൽ പാടാൻ സംഗീതോപകരണങ്ങളുടെ പാട്ട്. യേശുവേ നന്ദിയോടെ ഞാൻ വാഴ്ത്തിപ്പാടും, എന്റെ എല്ലാമാകും യേശുവേ. നന്ദിയോടെ ഞാൻ വാഴ്ത്തിപ്പാടും, തന്റെ ജീവനെ നൽകിയ സ്നേഹത്തെ ഞാൻ എന്നും ഇന്നും സ്തുതിച്ചിടുമേ. തന്റെ ജീവനെ നൽകിയ സ്നേഹത്തെ ഞാൻ എന്നും ഇന്നും സ്തുതിച്ചിടുമേ. എന്റെ ആശയെല്ലാം അറിഞ്ഞ്, എന്റെ വീഴ്ചയെല്ലാം തടഞ്ഞ്, എന്റെ ആശയെല്ലാം അറിഞ്ഞ്, എന്റെ വീഴ്ചയെല്ലാം തടഞ്ഞ്, തന്റെ പൊൻകരത്താൽ എന്നെ നടത്തിയിടുന്ന എന്റെ യേശു മതി എനിക്ക്. തന്റെ പൊൻകരത്താൽ എന്നെ നടത്തിയിടുന്ന എന്റെ യേശു മതി എനിക്ക്.
ഈ ലോക സുഖങ്ങളെല്ലാം തീർന്നു പോയിടുമേ ഒരു നാൾ. ഈ ലോക സുഖങ്ങളെല്ലാം തീർന്നു പോയിടുമേ ഒരു നാൾ. എന്നാൽ തീരാത്ത സന്തോഷമെനിക്കുള്ളതാൽ ഇനി ഭാരപ്പെടേണ്ടതില്ല. എന്നാൽ തീരാത്ത സന്തോഷമെനിക്കുള്ളതാൽ ഇനി ഭാരപ്പെടേണ്ടതില്ല. എന്റെ എല്ലാമാകും യേശുവേ, നന്ദിയോടെ ഞാൻ വാഴ്ത്തിപ്പാടും. തന്റെ ജീവനെ നൽകിയ സ്നേഹത്തെ ഞാൻ ഇന്നും സ്തുതിച്ചിടുമേ. തന്റെ ജീവനെ നൽകിയ സ്നേഹത്തെ ഞാൻ എന്നും സ്തുതിച്ചിടുമേ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ട്. മോളെ സരസ്വതിയാണ് ഈ പാട്ട് രണ്ടും എഴുതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആദ്യമായിട്ട് പാടിയാലും ഐശ്വര്യ നന്നായി പാടി കേട്ടോ, നന്നായിരുന്നു. ഈ പാട്ട് കേട്ടിട്ട് ഞാനത് എഴുതാൻ നിന്നില്ല, കാരണം ഇതിന്റെ അർത്ഥം കേട്ട് ഇങ്ങനെ രസിച്ചിരുന്നു പോയി. നല്ല അർത്ഥവത്തായ ഒരു പാട്ടാണ് മോള് പാടിയതും. എഴുതിയ സരസ്വതിക്കുള്ള നന്ദി, പാടിയ ഐശ്വര്യക്കുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ കൂടെയുള്ള യാത്ര അത് എത്ര ആനന്ദമാണെന്നുള്ള ആ പാട്ടാണ് ആദ്യം നമ്മൾ കേട്ടത്. പിന്നെ എൻ്റെ എല്ലാം യേശു ആണെന്നുള്ള ആ ഒരു സ്തോത്ര ഗീതം ആണ് രണ്ടാമത് നമ്മൾ കേട്ടത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മോള് പാടി. തുടർന്നും ദൈവം മോളെ സഹായിക്കട്ടെ. ഇനിയും അനേക ഗാനങ്ങൾ പാടാൻ ദൈവം കൃപ കൊടുക്കട്ടെ. അതിനായിട്ട് നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നല്ല ദൈവഭക്തിയോടുകൂടെ ദൈവത്തെ മാത്രം മാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർ കൊടുത്തിരിക്കുന്ന ആത്മീയ കഴിവുകൾ എത്രമാത്രം ദൈവത്തിന് വേണ്ടി വ്യാപാരം ചെയ്യാമോ അതുപോലെ അവര് ദിവസവും ദൈവത്തിന് എന്നവണ്ണം ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പാട്ടുപാടി മകൾക്ക് ഒരിക്കൽ കൂടെയുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടുത്തത് നമുക്ക് വചന ശുശ്രൂഷയാണ്. നമ്മുടെ ലതാ സഹോദരി, ഐശ്വര്യയുടെ അമ്മ തന്നെയാണ് ലതാ സഹോദരി. സഹോദരി കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് വചനം സംസാരിച്ചിട്ടുണ്ട് സഹോദരി. പ്രത്യേകിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേക സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Praise the Lord. ഞങ്ങൾക്ക് കൂടി വരാനായിട്ട് ദൈവം സ്തുതിക്കട്ടെ. ആദ്യമായിട്ട് നമ്മൾക്ക് ഒരപ്പന്റെ മക്കളാണ്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായി ഈ കൂട്ടായ്മയിൽ വന്നിട്ട്. എല്ലാവരും ഒരുവിധം പരിചയമായി. നല്ല സന്തോഷം. എല്ലാവർക്കും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും. ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നറിയാം. ദൈവനാഥൻ മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ പ്രാർത്ഥനാ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു കഴിവില്ല, കഴിവുള്ളവരൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ട് എൽസി ബേബി ആന്റിയൊക്കെ വളരെ കഴിവുള്ളതാണ്. വചന ശുശ്രൂഷയിലൊക്കെ ഒത്തിരി പഠിച്ചൊക്കെ എനിക്ക് അത്രയ്ക്കും ഇല്ല. എന്നാലും ദൈവം തരുന്ന കൃപയ്ക്ക് അനുസരിച്ചുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കാൻ. നമുക്ക് വീണ്ടും വീണ്ടും തിരുവചനത്തിൽ പറയുന്നത് തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് തന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളത്. വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പൊ ഞാൻ 2-3 പഴയ നിയമത്തിൽ നിന്ന് 2 കാര്യങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന സമയം അനുസരിച്ച് 20 മിനിറ്റ് അല്ലേ. അപ്പൊ നെഹമ്യ പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ ദൈവം എന്നെ മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ. അതാ ഞാൻ തിരുവചനം വായിക്കുമ്പോൾ എന്നെ കർത്താവ് മനസ്സിലാക്കി തന്ന, എനിക്ക് ഒന്നും അറിയാതെ പ്രാർത്ഥിക്കണം വചനം വായിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നമുക്ക് ഷെയർ ചെയ്യാം. അതിൽ നെഹമ്യ 1:4 പറയുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞത് എന്തെന്നാൽ എന്നാ ആ ഒരു പോയിന്റ്. അപ്പൊ പോയിന്റ് നമുക്കറിയാം. ഇതൊക്കെ വായിച്ച് നമ്മൾ ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നെഹമ്യ എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? അപ്പൊ അവിടുത്തെ ദൈവജനത്തിന്റെ
ഒരു വീഴ്ചയും അതുപോലെ അവിടുത്തെ ഒരു അപമാനം കണ്ടിട്ട് ചിരിക്കാൻ പറ്റോ? ഒരിക്കലും ഒരു ദൈവവചനം ചെയ്യാൻ പറ്റത്തില്ല. അത് കേട്ടപ്പോഴുള്ള ദുഃഖം ആരോടാണ് പറഞ്ഞ? ദൈവത്തോടാണ് ഈ ദുഃഖം പങ്കുവെക്കുന്നത്. അപ്പൊ ഇതിനെന്തെങ്കിലും പരിഹാരം വരുത്താണ്ട് നമ്മൾ അത് കണ്ടും കാണാതെ പോണത് യഥാർത്ഥ ദൈവസ്നേഹം ഇല്ല. അത് എന്തെങ്കിലും പരിഹാരം വരണം. അത് എന്ത് ചെയ്യണം പരിഹാരത്തിന് വേണ്ടി? അതിനു വേണ്ടിയാണ് ദൈവസന്നിധിയില് ഈ വർത്തമാനം കേട്ടപ്പോ ഇരുന്ന് കരഞ്ഞതും ഉപവസിച്ചതും രട്ടുകൊടുത്തതൊക്കെ. അപ്പൊ നോക്കുമ്പോ 6-ാം വാക്യത്തില് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യും അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടത്. അപ്പൊ തന്നെത്താൻ താഴ്ത്തുകയാണ് ദൈവസന്നിധിയില്, അല്ലെ? അപ്പൊ എല്ലാവരും പാവം ഒരുമിച്ച് ഏറ്റു പറയാണ് ദൈവസന്നിധിയില്. എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം അവിടുന്ന് മാത്രമേ ഉള്ളൂ, ഉയരത്തിന് മാത്രം പരിഹാരമുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമ്മുടെ കുറവുകളെ ദൈവസന്നിധി ഏറ്റുപറയാം. എന്തൊക്കെ കുറവുണ്ട് അത് ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഈ വേദ അങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോ സ്വർഗത്തിലെ ദൈവം അതിന് പരിഹാരം വരുത്തി നമുക്കറിയാം. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് അവരവരെ, അതായത് അറ്റകുറ്റം തീർക്കുന്ന പറഞ്ഞാൽ അവരവരെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരുമിച്ച് ഒരു യാഗപീഠം പണിയാ അല്ലെങ്കിൽ മതിൽ പണിയാൻ ദൈവം അവിടെ സഹായിച്ചു. അത് ദൈവ മഹത്വത്തിനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. ഈ ഭാഗത്തുനിന്ന് ഇത് നമുക്ക് മനസ്സിലായി. നെഹമ്യാവ് പുസ്തകം വായിച്ചപ്പോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ദൈവം തെളിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ കൂടി അത് നമുക്ക് ഓർക്കുമ്പോ നമുക്ക് അത് ഇത് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോ നമുക്ക് ഓർമ്മ വരും. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞ് ദൈവസന്നിധി ആദ്യം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാ, ദൈവത്തെ സ്തുതിക്കുക. ദൈവം ആരാണ്? മഹാനും ഭയങ്കരമായ ദൈവം എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നെഹമ്യാവ്. അപ്പൊ മഹാനും ഭയങ്കരമായ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ പുഴുവായ പൊടിയായ ഒരാളാണ് എന്നുള്ളത് ഇതിൽ കൂടി നമുക്ക് വായിച്ചു വന്നപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതാണ്. പിന്നെ യെശയ്യാ പ്രവചനം 37:14 അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ ഹിസ്കിയാവ് രാജാവിന്റെ ഒരു അതായത് ജാതീയമായ ഒരാള് വെല്ലുവിളിക്കാൻ ദൈവത്തെ ദുഷിച്ചു പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ അത് ഹിസ്കിയാവ് രാജാവിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി. അപ്പൊ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ വെച്ച് എന്താ പറയുന്നത്, അതും ദൈവസന്നിധിക്ക് കൊണ്ടുവരണം. ആ കാര്യം ദൈവസന്നിധി കൊണ്ടുവന്ന് ദൈവത്തോട് സമർപ്പിക്കും. നമുക്ക് ആർക്കും പ്രതികാരം ചെയ്യാനുള്ള ഇതില്ല. നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ പ്രതികാരം എനിക്കുള്ളത് എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രതികാരം ചെയ്യാനായിട്ട് ഹിസ്കിയാവ് രാജാവിന് അധികാരമില്ല. അപ്പൊ ആ കാര്യം ദൈവസന്നിധിക്ക് കൊണ്ടുവന്ന കാര്യമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വായിക്കാനായിട്ട്. ഹിസ്കിയാവ് രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്ന് പിന്നെ അവൻ രാജവിചാരകന്റെ എല്യാക്കീമിനെയും രായസക്കാരൻ സെബാനെയും പുരോഹിതന്മാരെയും മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവരവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസത്തെ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാന ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രക്താകെ അവന്റെ യജമാനായ അശ്ശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷെ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്നു, വാക്കിന് പ്രതികാരം ചെയ്യും. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾക്ക് എന്ത് നമ്മൾ സംസാരിച്ചാലും അത് സ്വർഗത്തിലെ ദൈവം കേൾക്കും. ഒന്നും കേൾക്കാണ്ടിരിക്കുന്നില്ല, എല്ലാം കേൾക്കുന്ന ദൈവമാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും, നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും ദൈവം കേൾക്കും. കേൾക്കുന്നതനുസരിച്ചാ ദൈവം പ്രതിഫലം കൊടുക്കുന്നതില്ല. എന്ത് നന്മ ചെയ്താൽ. അപ്പൊ ഇവിടെ ദൈവത്തെ ദുഷിച്ച കാരണം, പഴിച്ച കാരണം എന്താണ്? ഇത് കേട്ടപ്പോ ഇവർക്ക് ഭയങ്കര വിഷമം തോന്നി, അല്ല? എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുന്നുണ്ടല്ല, കർത്താവ് തന്നെ പറഞ്ഞതായിരിക്കും, നിങ്ങൾ എന്റെ നാമം ഏറ്റു പറഞ്ഞാൽ ഞാൻ ഏറ്റു പറയും, എന്നെ ദുഷിച്ച് എന്റെ നാമം തള്ളി പറഞ്ഞാൽ ഞാൻ തള്ളി പറയുന്നു പറഞ്ഞു. പക്ഷെ ഇവിടെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ തന്നെയാണ് നമ്മൾ അതിനൊന്നും പ്രതികാരം ഒന്നും ചെയ്യണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം, അല്ലെ? അപ്പൊ ഇതിൽ ഓർക്കുമ്പോ ഈ ഹിസ്കിയാവ് രാജാവും അത് തന്നെയാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച കാര്യം നമുക്ക് ഇവിടെ വായിക്കാം. 14-ാം വാക്യത്തില് ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ
സൈന്യമുള്ള യഹോവ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. യഹോവ ചെവി ചായ്ച്ച് കേൾക്കണമേ. യഹോവ തൃക്കൺ തുറന്നു നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൽക്കേരിന്റെ വാക്ക് ഒക്കെയും കേൾക്കണമേ. ഇവിടെ ദൈവം ആരാണെന്ന് മനസ്സിലായി. ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് ഹിസ്കിയാവിന് മനസ്സിലായി. അപ്പൊ അങ്ങനെ മനസ്സിലായപ്പോ സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, സകലത്തിന്റെയും ഉടയവനാണ് നമ്മുടെ ദൈവം. അപ്പൊ ആ ദൈവത്തിന്റെ ഭക്തനായി തീർന്ന ഹിസ്കിയാവും ഈ ദൈവത്തെ അറിയാത്തവര് നിന്ദിക്കുമ്പോ പരിഹസിക്കുമ്പോ നമ്മൾക്ക് അതിന് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യം. ഇപ്പൊ നമുക്ക് നോക്കുമ്പോ ഈ ദൈവവചനമായിട്ട് കടന്നു പോകുന്നവരോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ദൈവജനത്തെ, ദൈവദാസന്മാരെ എന്തെല്ലാം ഉപദ്രവിക്കുന്നുണ്ട്. അവിടെ അവരാരും ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവര് അതിനു വേണ്ടിയിട്ട് പകരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവിടുന്ന് സ്വർഗത്തിലെ ദൈവത്തോട് അവിടെ ഉയരത്തിലേക്ക് നോക്കുകയാണ്. പക്ഷെ ദൈവമാണ് ബാക്കി പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഈ ഹിസ്കിയാ രാജാവ് അത് തന്നെയാണ് അവിടെ ചെയ്തത്. അത് നമുക്ക് ഈ ഭാഗങ്ങളെ വായിച്ചു വന്നപ്പോ എന്താ മനസ്സിലായത്? ഈ ഭാഗത്ത് തന്നെ യഹോവ യുദ്ധം ചെയ്തു ആ ജനത്തോട് ഇല്ലേ. 1,00,000 എത്രയോ ജനങ്ങൾ അവിടെ മരിക്കാനായിട്ട് ഒറ്റ രാത്രിയില്. അപ്പൊ നമുക്ക് നോക്കുവാനായിട്ട് നമുക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇത് വായിച്ച് മനസ്സിലായി നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്തെങ്കിലൊക്കെ ആരിപ്പോ ജാതികളിടയിൽ നമുക്ക് നിന്ന പരിഹാസം ഇതെല്ലാം ഉണ്ട്, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. എങ്കിലും നമുക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഹിസ്കിയാവ് രാജാവ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ദൈവം സ്വർഗത്തിന് രാജാതി രാജാവാണെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ അങ്ങ് അവിടെ പുകഴ്ത്തുവാനായിട്ട് ഇടയായിത്തീർന്ന ബാക്കി കാര്യം കർത്താവ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യണോ? കർത്താവിനറിയാം നമ്മ ചെയ്യുന്ന പോലെ അല്ലല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം തികവുള്ളതാണ്, നമ്മുടെ പ്രവൃത്തിക്ക് കുറവുള്ളതാണ്. അപ്പൊ ഇതിന്ന് ഈ വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കി ദൈവകൃപയില്, അല്ലാണ്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇല്ലട്ടോ. സാധാരണ ദൈവം കൃപ തന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കുവാനും അത് ഹൃദയത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനും. ഇത് ദൈവം നമ്മൾ ഓരോ ദിവസം അനുദിനം ഈ വചനത്തിൽ കൂടി കഴുകും. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണോ, ഓരോ ദിവസം നമ്മൾ എങ്ങനെ കടന്നു പോകുന്നത് എല്ലാം ദൈവം വചനത്തിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഹിസ്കിയാ രാജാവിന് ഇത് കേട്ടപ്പോ അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അപ്പൊ അത് പരിണത ഫലം നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ് ദൈവം ഓരോ കാര്യത്തിലും നമ്മുടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം എല്ലാ ദിവസവും നമുക്ക് ആഹാരം കഴിക്കുന്ന പോലെ വായിച്ച് അത് മനസ്സിലാക്കി ദൈവം മനസ്സിലാക്കി തരും. അല്ലാണ്ട് നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഒന്നും, ദൈവം അത് മനസ്സിലാക്കി നമുക്ക് തരുമ്പോ അത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അത് എനിക്ക് അനുസരിക്കണം. അത് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥനയായിരിക്കണം. അപ്പൊ അവിടുന്ന് പറഞ്ഞ പോലെ എനിക്ക് ജീവിക്കണേന്ന്. അതിന് ഉദാഹരണമായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ മത്തായി സുവിശേഷത്തില് കർത്താവിന് ശുശ്രൂഷയിലേക്ക് വന്നപ്പോഴേ 4-ാം അധ്യായത്തില് കർത്താവിനെ പരിശോധിക്കാനും സാത്താൻ വന്നു. വചനത്തിൽ കൂടി അവിടെ വെട്ടി കർത്താവ്. വചനത്തിൽ കൂടി സാത്താൻ പോയി. അതിന്റെ ശേഷം ശുശ്രൂഷ തുടങ്ങി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഗിരിപ്രഭാഷണം 5, 6, 7 ഗിരിപ്രഭാഷണമാണ്. അതിലിരിക്കുമ്പോ അതിലെന്താ പറയുന്നത്? പുരുഷാരം വന്നിരിക്കുന്നത് എന്നാ ശിഷ്യന്മാർ വന്ന് അടുക്കെ ഇരുന്നു അവരോട് തിരുവായി മൊഴിഞ്ഞ് ഉപദേശിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് താഴോട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് വായിച്ച് ഇരുന്ന് ധ്യാനിച്ച് വരുമ്പോണ്ടല്ല നമ്മളിൽ എന്തൊക്കെ കുറവുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, ഉപവസിക്കുന്നത് എങ്ങനെയാണ്, ഒരാൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, പിന്നെ നമ്മുടെ വഴിപാട് എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ നമ്മൾ ആരോട് എങ്ങനെ ചെയ്യണം, പെരുമാറ്റം, ഇത് എല്ലാം ഫുള്ളായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തിന്റെ 24, 25, 26, 27 വാക്യത്തിൽ വരുമ്പോ അതിന് പൂർത്തീകരണം കർത്താവ് കൊടുക്കും. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്താണ്? ഈ വചനങ്ങളൊക്കെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പൊ പാറമേൽ വീട് പണിത് വൻകാറ്റടിച്ച് പെരുമഴ പെയ്തു എന്നാ പാറയിൽ വീട് പണിത കാരണം അത് വീണില്ല. എന്നാ വചനം കേട്ട് ചെയ്യാത്തവന്റെ വീട് മണലിൽ വീട് പണിതാണ്. അവൻ അത് കേൾക്കാത്ത കാരണം പെരുങ്കാറ്റും കൊടുങ്കാറ്റും വെള്ളമൊക്കെ വന്ന് ആ വീട് ഇല്ലാതായി പോയി. അപ്പൊ ഇത് രണ്ടും പറഞ്ഞപ്പോ നമ്മൾ എതിരാ വീട് പണിതിരിക്കുന്ന അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ വചനം കേട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ വീട് പാറമേൽ പണിത വീടാണ്. അതിന് ആർക്കും
ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ വചനം വായിച്ചു വരുമ്പോ കർത്താവ് ചോദിക്കും, നീ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ നീ ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എനിക്ക് ഉത്തരം പറയണം, ഞാൻ തന്നെ ഉത്തരം പറയണം. അതിനാരും ഉത്തരം പറയത്തില്ല. കർത്താവേ, അവിടുത്തെ വചനം പോലെ എനിക്ക് ജീവിക്കണം, അവിടുത്തെ വചനത്തിൽ എന്ത് പറയുന്നുണ്ട് അതുപോലെ എനിക്ക് ജീവിക്കണം കർത്താവെ. ഞാൻ ചോദിക്കും കർത്താവിനോട്, എനിക്ക് ഇതുപോലെ ജീവിക്കണം, എന്റെ കുറവുകളെല്ലാം തീർത്തു തരണേ എന്ന് പറഞ്ഞ് ഞാൻ ദേവസേനയിൽ കർത്താവിനോട് ചോദിക്കും. അപ്പൊ കർത്താവ് സംസാരിക്കും. അപ്പൊ നമ്മുടെ കുറവ്, നമ്മൾ അങ്ങനെയാണ് ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് നമ്മളെ ദൈവം ഓരോ ദിവസം ആ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആ നിറവോളം നിറഞ്ഞു വരണം എന്ന് ആഗ്രഹിക്കണം. നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ വീണ്ടും അപ്പോസ്തലനായ പൗലോസിനെ നമുക്കൊന്ന് ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കും, കർത്താവെ വിളിച്ച ആ നിമിഷം, ആ സെക്കൻഡ് മുതൽ ആ ദാസൻ എങ്ങനെയാണ് ദൈവത്തോടുള്ള പെരുമാറ്റം എന്ന് ഓർക്കുമ്പോ, അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കും, നമ്മളെ അങ്ങനെയാ വിളിച്ചിരിക്കുന്നത് ഞാൻ ഓർക്കും. അപ്പൊ ആ ദൈവദാസന്റെ ആ മനോഭാവം, ആ ദൈവത്തോടുള്ള ആ ഇതൊക്കെ ഓർക്കുമ്പോണ്ടല്ലേ, ആ ദൈവദാസന്റെ മനസ്സ്, അതന്നെ ഇതില് മനസ്സാണ് ദൈവം കാണുന്നത്, നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം കാണുന്നത്. അപ്പൊ ആ മനസ്സ് എങ്ങനെയാണ്? അപ്പൊ കൊലോസ്യ ലേഖനത്തില് 2 ഭാഗം കൂടി എനിക്ക് ദൈവ ആത്മാവിൽ മനസ്സിലാക്കി. ഞാൻ വേദപുസ്തകം വായിച്ചു വന്നപ്പോ പുതിയ നിയമം പഴയ നിയമത്തിലും വായിച്ചത് മനസ്സിലാക്കിയത്, പുതിയ നിയമത്തിൽ വന്നപ്പോ കൊലോസ്യ എല്ലാ ലേഖനങ്ങളിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ദൈവദാസൻ വളരെ ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൊലോസ്യ ലേഖനത്തില് വായിച്ചു വന്നപ്പോഴേ എല്ലാം വായിച്ച് ധ്യാനിക്കാനുള്ള സമയമില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് 1-ാം അധ്യായത്തിന്റെ കുറച്ച് 10-11 വാക്യത്തിൽ കൂടി, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊലോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പൊ ഒന്നാമത് നമ്മൾ ഈ സുവിശേഷം കേട്ട് നമുക്ക് എന്താണ് സത്യവചനത്തില് മുൻപ് കേട്ടത്, സ്വർഗത്തിൽ ഒരു നിക്ഷേപമുണ്ട്. നമുക്ക് ഉറപ്പുണ്ട്, സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്ന ഉറപ്പുണ്ട്, സ്വർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ പേരുണ്ട്, അവിടെ ഒരു പ്രത്യാശ. അല്ലാതെ നമ്മൾ ഒരു കാലത്തും പ്രത്യാശ ഉണ്ടായിരുന്ന, നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏത് കഞ്ഞേനെ ദൈവത്തെ അറിയുന്ന മുമ്പ് എനിക്ക് ഒരുപാട് നിരാശ മാത്രം ഉണ്ടായിട്ടുള്ളൂ കേട്ടാ. ആ നിരാശ പെട്ടുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തോട് നമുക്ക് വെറുപ്പും തോന്നിയ ഒരു സമയമൊക്കെ ആയിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം സമയമായി ആ വന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ആ നിമിഷം മുതൽ, സത്യം പറഞ്ഞാൽ ആ നിമിഷം മുതൽ ദൈവസന്നിധി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്റെ തമ്പുരാനടുത്ത്. അപ്പൊ അവിടുത്തെ ഹിതം പോലെ എനിക്ക് ജീവിക്കണം കർത്താവേ. ഈ ഒരു പ്രാർത്ഥന ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ. എനിക്ക് ദൈവഹിതം പോലെ നടക്കാൻ. അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് വചനം വായിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല കർത്താവ്, മലയാളം എനിക്ക് അറിയില്ല. അങ്ങനെ എന്റെ തമ്പുരാൻ എന്നോട് ചോദിച്ച്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ തമിഴിൽ പഠിച്ച കാരണം എന്റെ ദൈവദാസൻ വന്ന് വചനം പറഞ്ഞ് തമിഴ് ബൈബിൾ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മലയാളം പഠിക്കണം. അപ്പൊ എനിക്ക് മലയാള ബൈബിൾ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബൈബിൾ ലഭിച്ചിട്ട് ഞാൻ അവിടുന്ന് പഠിക്കാൻ തുടങ്ങി. ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഞാൻ എവിടെയും പഠിക്കൂല, എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു തരണം. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പഠിച്ചൊന്നും തീർന്നിട്ടില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. എന്റെ ദൈവം എന്നെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു പ്രത്യാശ ദൈവം നമുക്ക് തരും. ഉള്ളത്തിൽ നമുക്ക് പ്രത്യാശ. നമുക്ക് ഇന്ന് പറയും, ഞങ്ങൾ ഇന്ന് മരിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിലാണ്. നമ്മൾ എല്ലാവരും പറയും. നമ്മൾ എന്തുകൊണ്ടാണ്? നമുക്കൊരു പ്രത്യാശയുണ്ട്. അല്ലാണ്ട് എന്താവോ നമുക്ക് നിങ്ങൾക്ക് ആ പ്രത്യാശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മരിച്ച അവിടെ പോകും, അറിയില്ല എന്ന് പറയും. മരിച്ച അവിടെ പോകും, അറിയില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായി ഞങ്ങൾ മരിച്ച സ്വർഗത്തിലും. ഇത് നമുക്ക് പറയാനുള്ള പ്രത്യാശ ആരും ദൈവം തന്നു. പിന്നെ പ്രത്യാശ ക്രിസ്തു വെച്ച് നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. ഇപ്പൊ രണ്ടാമത്, ഈ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹം, ഇത് അത്യന്തമായ ആവശ്യമാണ്. വിശ്വാസം മാത്രം പോരാ, സ്നേഹം രണ്ടും കൂടിയതാണ്. രണ്ടും കൂടുമ്പോഴാണ് അത് പൂർത്തീകരണം വരുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സഹോദരനെ സ്നേഹിക്കാതെ പകച്ചാൽ ശരിയാണോ? സഹോദരനെ സ്നേഹിക്കണം, ഇല്ല. അതാണ് കർത്താവ് നമ്മുടെ യോഹന്നാൻ പറഞ്ഞില്ലേ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് കേട്ടപ്പോ പൗലോസിന്റെ ഹൃദയം, അതാണ് പൗലോസ് ചെയ്യുന്ന കാര്യം. പൗലോസിന് അതാണ് ആഗ്രഹം. എന്താണ്? വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, ആ സ്നേഹം, ഇതെല്ലാം ആഗ്രഹിക്കുന്നത്.
അപ്പൊ ഈ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അപ്പൊ അവിടെ പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി? കൊലോസിലുള്ള വിശ്വാസികൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചിന്തിക്കുക, അയ്യോ പൗലോസ് പ്രാർത്ഥിക്കാനൊക്കെ സമയം ഉണ്ടാവോ? എന്നാൽ അത്രയും ഭയങ്കര ബിസി ഉള്ള ഒരാളാണ്. സുവിശേഷം പറഞ്ഞു നടക്കുന്ന ഓരോരുത്തരും. അപ്പൊ അതിന്റെ പേരിൽ എന്താ? അപ്പൊ പ്രാർത്ഥിക്കാൻ സമയം ദൈവം അത് ഒരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥന ദൈവം കേൾക്കും. കേൾക്കാണ്ടിരിക്കോ? പ്രാർത്ഥന കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പിന്നെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞതാണ്. ഇതാണ് പോയിന്റ്. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേൾക്കുക. അതെന്താണ് യഥാർത്ഥമായി കേൾക്കുക എന്ന് പറയുന്നത്? അപ്പൊ അത് വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഓടേണ്ടത് എവിടേക്കാണ്? കർത്താവ് പറഞ്ഞ ഓർമ്മ. വഴിയരികെ വീണ വിത്ത്, ഉള്ളിനരികെ വീണ വിത്ത്, പാറസ്ഥലത്ത് വീണ വിത്ത്, പിന്നെ നല്ല മണ്ണ്. അപ്പൊ നല്ല മണ്ണിൽ വീണതാണ് യഥാർത്ഥമായി കേൾക്കുന്നത്, ഇല്ല? അല്ലാത്തതൊക്കെ യഥാർത്ഥമായി കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അവർ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇത് കേട്ട നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എനിക്ക് മനസ്സിലായത്, ഈ പൗലോസ് എന്ന് പറയുന്ന ഈ ദൈവവൃത്തൻ എന്താണ്? തന്നെ കൂട്ട് സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം, ചേർത്ത് പിടിക്കുന്ന, ഇല്ലേ? അവരുടെ ആത്മീയ വളർച്ച കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു പൗലോസിനെ നമുക്ക് കാണാം. അപ്പൊ എപ്പഫ്രാസിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുള്ളത്, എപ്പഫ്രാസ് വളരെ പ്രാർത്ഥനാ വീരനായിരുന്നു. എപ്പഫ്രാസ് ആ പ്രാർത്ഥനാ വീരനെ വന്നാണ് ഈ പൗലോസിനോട് പറയുന്നത്. എന്താ പറയുന്നത്? ആ കൊലോസിലെ വിശ്വാസികളുണ്ടല്ലോ, അവർ വിശ്വാസവും അവരുടെ സ്നേഹം കണ്ട നല്ല ഒരു വിശ്വാസികളാണ് എന്ന് പറയുമ്പോ പൗലോസ് എപ്പഫ്രാസിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി അവര് എന്ത് ചെയ്തു വരണം എന്നുള്ളതാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുക. 9 തൊട്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ സാധാരണ പ്രാർത്ഥന ഇപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി? കൊലോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ സഭയിലുള്ള ഓരോ വിശ്വാസികളുടെ ഭാരങ്ങള്, പ്രയാസങ്ങള്, രോഗങ്ങള്, ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മൾ ഒരു അപ്പന്റെ മക്കളല്ലേ. അപ്പൊ അവരുടെ വേദന നമ്മുടെ വേദന എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം നൽകും. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം നൽകുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ഒരുമിച്ച് ആ ദൈവജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവജനം എന്നല്ല പറയേണ്ടത്, ഒരു കുടുംബക്കാരാണ്, അല്ലേ? പൗലോസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു ക്രിസ്തുവിന്റെ കുടുംബക്കാരാണ്. ആ കുടുംബക്കാരുടെ എങ്ങനെയായിരിക്കണം? അവരുടെ വേദന, അവരുടെ പ്രയാസങ്ങള്, അവരുടെ ബുദ്ധിമുട്ട് എല്ലാത്തിലും നമ്മ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അങ്ങനെ ഇടവിടാതെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പിന്നെ അടുത്ത വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. നമുക്ക് യോഗ്യമായിട്ട് നമ്മൾക്ക് തോന്നിയതുപോലെ ഒന്നും നടത്തമല്ല. കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന്. അപ്പൊ അത് മാത്രം പോരാ, ഇതൊക്കെ ഇത് ഒക്കെ ഉണ്ട് എങ്കിലും പിന്നെ എന്താ പറയണ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് കേട്ട നാൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി. അപ്പൊ പൂർണ്ണ പ്രസാദം പറഞ്ഞാൽ അവിടെ കുറവില്ലാത്ത ഒരു പ്രസാദത്തിനായി. ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിനും പരിജ്ഞാനത്തിലും നിറഞ്ഞു വരണമെന്ന്. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പൊ അവന്റെ ഇഷ്ടം, അവന്റെ പരിജ്ഞാനം, ഇതെല്ലാം നമ്മൾ എന്തായി വരണം? ഫലം കായ്ച്ചുകൊണ്ട് നിറഞ്ഞു വരണം. കുറഞ്ഞല്ല വരേണ്ടത്, നിറഞ്ഞു വരണം എന്ന് ഇവിടെ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാണ്ട് വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നതില്ല. ഈ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ വേറെ ജഡത്തിന്റെ പ്രവൃത്തി വരത്തില്ല. ജഡത്തിന്റെ പ്രവൃത്തി ദൈവം ഓരോ പൗലോസ് പറഞ്ഞ അടിച്ചമർത്തണം. നമ്മൾ ഈ ആത്മീയമായിട്ട് എന്താ പറയുന്നത്? നമ്മൾ ആത്മീയമായിട്ട് ജീവനുള്ളവരും ജഡസംബന്ധം മരിച്ചവരായിരിക്കും. മരിച്ചു കിടക്കുന്ന ഒരാളെ പോയി വടിയെടുത്ത് തല്ലി അത് തിരിച്ച് പ്രതികരിക്കോ? എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ തിരിച്ചു പറയോ? അതുപോലെ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തി ഇതുപോലെ ആയിരിക്കണം. മരിച്ച ആളായിരിക്കണം, ആത്മാവിൽ ജീവനുള്ളവരായിരിക്കണം. ആത്മാവിൽ മരിച്ചു കിടക്കും. ഇപ്പൊ ഇത് ഓപ്പോസിറ്റാ. ഇത് ജഡത്തിൽ അങ്ങോട്ട് ഭയങ്കര ഇതാണ്.
ഒരു പട്ടീനെ 4 ദിവസം പട്ടിണി കിടന്നാൽ ഒന്ന് ആ പട്ടി കടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ 4 ദിവസം പട്ടിണി കൊടുന്നു, ഒന്നും കഴിക്കാതെ കിടന്നു അവിടെ അനങ്ങാണ്ട്. ചോറ് കൊടുത്തു ആൾക്കാരെ കടിക്കാവുന്നു. അതുപോലെ നമ്മൾ ഈ ജഡത്തിന് ഭക്ഷണം കൊടുത്താൽ അവിടെ എന്തായി തീരുന്ന അറിയാമോ? അത് ജഡ അങ്ങോട്ട് പിന്നെ ഈ ആത്മവിവൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ജഡത്തെ നമ്മൾ കന്നിപ്പിച്ച് ഓരോ ദിവസവും ഓരോ ദിവസവും ആത്മാവിൽ വളരുവാൻ കർത്താവിന് കൃപ ചോദിക്കണം. കർത്താവ് കൃപ തരും. ആ കൃപയിൽ നമ്മൾ നിറഞ്ഞു വരണം എന്നാണ് പറയുന്നത്. നിറഞ്ഞു വന്ന് ദൈവത്തിന് പരിജ്ഞാനം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, അല്ലേ? പുള്ളിയാണ് ചോദിക്കുക, നീ എന്താ രക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ നടന്നിട്ട് എന്താ ഞങ്ങളോട് പറയാമെന്ന്, അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാനെങ്കിൽ ദൈവം നമ്മളെ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ഒന്നും നേടില്ല, ഞാൻ ഓടുന്നതേ ഉള്ളൂ, അല്ലേ? ഓടിയെന്നല്ല എത്തിയെന്നൊന്നല്ല, ഓടുന്നതേ ഉള്ളൂ, ഇനി പിടിക്കാമോ എന്ന് പറഞ്ഞ പോലെ എന്താ പറയാ, അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു ഇതാണ് ദാസന്റെ ജീവിതം. അതുപോലെ തമ്പുരാനോട് അപ്പ അങ്ങനെയൊക്കെ ജീവിക്കാൻ കിട്ടുമോ, എനിക്ക് അങ്ങനെ ജീവിക്കാനാ കർത്താൻ. ഞാൻ ചോദിക്കൂട്ടെ, ഞാൻ അപ്പനോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഞാൻ അപ്പനോട് തല്ലുപിടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അപ്പനും അങ്ങനെ ഞങ്ങൾ ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ. എന്റെ മക്കൾ പറയും, അമ്മ എന്താണ് കൊച്ചു പിള്ളേരെ പോലെ എനിക്ക്. ഞാൻ പറഞ്ഞു, എന്റെ അപ്പനും ഞാൻ കൊച്ചല്ലേ, ഞാൻ അങ്ങനെ ദൈവത്തോട് ഓരോ കാര്യങ്ങൾ പറയും, എന്നപ്പോ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ കർത്താവ് ഓരോ കാര്യങ്ങൾ നമ്മളോട് അങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴും എനിക്ക് ഇനി അടുത്തറിയണേ കർത്താവ് മോശ പറഞ്ഞ പോലെ, എനിക്ക് നിന്നെ ഇനി അടുത്തറിയണപ്പാ, എനിക്ക് അടുത്തറിയണം, എനിക്ക് ഒന്നും അറിയില്ലപ്പ, എന്നെ പഠിപ്പിച്ചു തരണം. ഇങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എത്ര പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ജാതികളുടെ ഇടയിൽ ഞങ്ങളുടെ ബന്ധുമിത്രാര് ഈ കഴിഞ്ഞ മാസം ജാതികളുടെ ഇടയിൽ ഞങ്ങളുടെ നാത്തൂന്റെ മോന് 35 വയസ്സായി. എന്നെ വിളിച്ച് ഒരു 5-6 മാസത്തിന് മുമ്പ് എപ്പോഴും വിളിച്ച് ഇങ്ങനെ, മോളെ അമ്മായി എന്ന് വിളിച്ച് എന്റെ നാട്ടിന്റെ മോൻ, അമ്മായി എന്റെ മോൻ 35 വയസ്സായി മോളെ, ഇതുവരെ കല്യാണക്കാരി ഒന്നും ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിനൊന്നും ശരിയാക്കാൻ പറ്റില്ല. ഇല്ല മോളെ, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, 1 മാസം മുടക്കിൽ വരുന്നുണ്ട്. അപ്പൊ അമ്മായി ഈ 1 മാസത്തിന്റെ ഉള്ളിൽ ഒരു പെണ്ണിനെ കിട്ടിയാലേ മോതിരെങ്കിലും ഇട്ടിട്ട് പോയാൽ വന്ന് കല്യാണം കഴിക്കാം അടുത്ത വർഷം. അമ്മായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ അപ്പനോട് പറഞ്ഞ, അപ്പ അവർ ജാതികളാണപ്പ, അവർക്ക് ഈ സത്യം എന്താണെന്ന് അറിയുന്നില്ല, എന്റെ അപ്പൻ ചെയ്തു കൊടുക്കാൻ അപ്പച്ച ഈ വിഷയം എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോ 3-ാമത്തെ ആഴ്ച ഒരു പെണ്ണിനെ കണ്ടെത്തി. അവർ 4-ാമത്തെ ആഴ്ച മോതിരയിട്ട് പിറ്റേ ദിവസം പോയി. അപ്പൊ വിളിച്ച്, അമ്മായി മോനൊരു പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, ഞങ്ങളെ ദൈവം ജീവനുള്ള ദൈവമാണ് ട്ടാ, നിങ്ങൾ വിളിക്കുന്ന ദൈവം. ഞാൻ സുവിശേഷം പറഞ്ഞു. അപ്പൊ ഇരുന്ന് കരഞ്ഞു, ആ കുട്ടി ഇരുന്ന് കരഞ്ഞിട്ട് അമ്മായി ഞങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ, വരാൻ പറ്റില്ല മോളെ, വന്ന സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ കിടക്കും, അവിടെ ആരും നിങ്ങളെ സഹായിക്കാൻ വരത്തില്ല, ഞങ്ങൾ വരില്ല എന്ന്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവം ചെയ്തു തരും. ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാര് ദാസിമാര് ഞങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ അവിടെ ചെല്ലിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരും പിടിച്ചു വലിച്ചു കൊണ്ടുപോകത്തില്ല ട്ടാ, ദൈവം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വരും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ദൈവത്തോടും അതുപോലെ ആയിരുന്ന ദൈവം തീർച്ചയായിട്ടും എല്ലാം ചെയ്തു തരും. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഒരു കഴിവോ ഒന്നുമില്ലട്ടെ, എന്റെ ഒന്നുമില്ലട്ടെ, എന്റെ ദൈവത്തിന്റെ കൃപ, ഓരോ ദിവസം കൃപ. ആ കൃപ പ്രാപിച്ചുകൊണ്ടാണ് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കും. തരുന്ന ആയുസ് വരെ എന്റെ അപ്പന് വേണ്ടി ജീവിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കാൻ വേണ്ടി മക്കളോട് അതാ പഠിപ്പിക്കുള്ളൂ. ഒന്നുമല്ലപ്പ, ദൈവത്തോട് അടുത്ത് ജീവിക്കണം, ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഓരോന്നും അത്ഭുതമായി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാല്ല. ആ രീതിയിലാണ് എന്നെ തേടി വന്ന ദൈവത്തോട് ഞാൻ അങ്ങനെ തന്നെയാണ് എന്നും ജീവിക്കുന്നുള്ളത്. ഇതാണ് എനിക്ക് ഒരു ചെറിയ ഒരു മെസ്സേജ് തരാം. ദൈവം എനിക്ക് കൃപ തന്നു, ഞാൻ ദൈവനാമത്തിന് നന്ദി അർപ്പിക്കാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ ആമേൻ. സ്തോത്രം. ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനത്തിൽ നിന്ന് കേട്ടു. പറഞ്ഞതിന്റെ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം?
എന്നുള്ള വിഷയമാണ് വളരെ വ്യക്തമായിട്ട് തന്റെ അനുഭവത്തിലൂടെ ദൈവം ആ സഹോദരി കൂടെ കേട്ടു. നെഹമ്യാവ് പ്രാർത്ഥിച്ച വിധം എങ്ങനെയായിരുന്നു? നെഹമ്യാവ് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആദ്യം പ്രാർത്ഥിച്ചു. ഇസ്രായേൽ മക്കളുടെ തെറ്റാണെങ്കിൽ അത് എന്റെ പാപമായിട്ട് അത് ഏറ്റെടുത്തു. നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ. ഹിസ്കിയ രാജാവ് തനക്കൊരു പ്രശ്നം വന്നപ്പോൾ അത് ഒരിക്കലും താൻ പ്രതികരിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയപ്പോൾ കൊലോസ്യ സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ ഓരോരോ ഗുണത്തെയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം പറഞ്ഞ് അവസാനം പൗലോസ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. എത്ര പ്രശ്നം, എത്ര സമയം കൂടുതലായാലും എത്ര ശുശ്രൂഷകൾ ഉണ്ടായാലും താൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ആ സഹോദരികൾ കൂടെ നമുക്ക് കേൾക്കാൻ സഹായിച്ചു. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയിലെ ഏറ്റവും മാതൃക നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് സാത്താനെ ജയിച്ച് കർത്താവ് ആ പരീക്ഷയിൽ അകപ്പെടാതെ ജയിച്ചത്. മാത്രമല്ല മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് നമ്മൾ സഹോദരിമാരെ വിശ്വാസികളായ നമുക്ക് തന്നിരിക്കുന്ന നല്ല ഒരു മെസ്സേജ് അതിലുണ്ട്. ആ നിലയിൽ കർത്താവ് സമയക്കുറവ് കൊണ്ട് ഒത്തിരി പറയുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. അതുകൊണ്ടാണ് ആ നിലയിൽ വളരെ വ്യക്തമായിട്ട്, ഇന്നും അധികമൊന്നും പറയണ്ട, അത്രയും വ്യക്തമായിട്ട് ആ സഹോദരി വളരെ എന്താ പറയാ, ദൈവാത്മാവിന്റെ നിറവില് ഉള്ളതുപോലെ വ്യക്തമാക്കി പറയാൻ ദൈവം സഹോദരി ഉപയോഗിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്കൊക്കെ വേണ്ട ദൂത് നമുക്ക് ദൈവം തന്നു, അതിനായിട്ട് സ്തോത്രം. വചനം സംസാരിച്ച് പ്രിയ സഹോദരിയോടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. തുറന്ന് ദൈവം അവര് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എങ്ങനെ റൂം ഷെയർ ഉണ്ടോ ഡാലിസോരി? ഇല്ല, നമ്മൾ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുക. കോമൺ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ. നമ്മൾ ചുരുക്കമായിട്ട് എല്ലാവരും വേഗം പ്രാർത്ഥിക്കുവാണെങ്കിൽ നമുക്ക് കുറെ അധികം പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഞാൻ ഷെയർ ചെയ്യാം. കാണുന്നില്ലേ? പ്രാർത്ഥിച്ചോ വേഗം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് വരികയാണ്. അവിടുത്തെ ഭക്തന്മാരൊക്കെയും പ്രാർത്ഥിച്ചു. അവിടുന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് അവിടുന്ന് തന്നെ യുദ്ധം ചെയ്യാൻ പോലും ഇറങ്ങി വന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. കർത്താവെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും വ്യർത്ഥമല്ല. അവിടുന്ന് ഞങ്ങളെ കേൾക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്, ഞങ്ങളോട് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. കർത്താവെ, തന്നെയുമല്ല ഈ തലമുറയിൽ ഇന്ത്യ ദേശത്തൊരു ആത്മീയ ഉണർവുണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലങ്കാന, ത്രിപുര, ഉത്തരാഖണ്ഡ്, കർത്താവെ, ഉത്തർപ്രദേശ്, ഈ സംസ്ഥാനങ്ങളെല്ലാം വെസ്റ്റ് ബംഗാളിനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സംസ്ഥാനങ്ങളെല്ലാം കർത്താവ് സന്ദർശിക്കണം. പരിശുദ്ധാത്മാവ് ഈ സ്റ്റേറ്റുകളിലൂടെയൊക്കെയും സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഇടങ്കൈ വലങ്കൈ അറിയാതെ പോകുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കണം. വിഗ്രഹാരാധനയിലും തങ്ങൾ തന്നെ ദൈവങ്ങളെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്ന ഈ വ്യർത്ഥമായ അവസ്ഥയിൽ നിന്നും ഈ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുകയും ജീവനുള്ള സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കുകയും ചെയ്യണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല, അവിടെയൊക്കെ പലയിടങ്ങളിലും
ദൈവദാസന്മാരുടെ അഭാവം വളരെ ഉണ്ട് എന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. കൊയ്ത്ത് ഏറെയുണ്ട്, എന്നാൽ വേലക്കാർ ചുരുക്കമാണ്. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് വേലക്കാരെ ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെയും അയക്കണം, ഭാരം നൽകി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെയും പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് പൂർണ്ണ സംരക്ഷണം ഈ സുവിശേഷ വിരോധികളിൽ നിന്ന് അവിടുന്ന് നൽകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെയും ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അവരായിരിക്കുന്ന സ്ഥലസഭകളെയും അവിടുന്ന് സന്ദർശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ സുവിശേഷത്തിന് വാതിൽ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിച്ചാട്ടെ. അതുപോലെ ഞങ്ങളായിരിക്കുന്ന ഡിസ്ട്രിക്റ്റുകളെയും ഞങ്ങളായിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവിടെയൊക്കെയും സുവിശേഷം എത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാകണം, ദൈവദാസന്മാരെ അയക്കാൻ പ്രസാദമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, ചണ്ഡീഗർ, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഡാമൻ ഡ്യൂ, ഡൽഹി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, കർത്താവ് ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനെ അവിടെയൊക്കെയും അയച്ച് അവിടെ ഒക്കെയും കർത്താവിന് വേണ്ടിയിട്ട് നേടുവാൻ, കർത്താവ് ഇന്ത്യ മഹാരാജ്യം ഒരു ക്രിസ്തീയ രാജ്യമായി തീരേണ്ടതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിൽ അത് ഇമ്പോസിബിളാണ്, പക്ഷേ ഞങ്ങളുടെ കർത്താവിന് എല്ലാം പോസിബിൾ ആയിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അതുപോലെ അവിടെയുള്ള ഞങ്ങളുടെ അതോറിറ്റീസിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രസിഡന്റ് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെയും ഈ ദൈവത്തെ അറിയുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങനെ അതോറിറ്റേറ്റീവായിട്ടുള്ള എല്ലാവരെയും, അതിൻ്റെ പിന്നിലുള്ള മന്ത്രിമാരെ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അതുപോലെ സംസ്ഥാനങ്ങളിലെ അസംബ്ലീസ്, അതിൻ്റെ മിനിസ്റ്റേഴ്സ്, അങ്ങനെ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും അടുത്ത കരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുൻനിർണയത്തിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, അവർ സുവിശേഷത്തിന് വിരോധികളായി തീരാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ മുറ്റും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ കണക്കിലെടുക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ആ സഹോദരി എത്ര നിഷ്കളങ്കമായി നിന്നോട് പ്രാർത്ഥിച്ചപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ട ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ മുമ്പാകെ നിരത്തി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുകയാണ്. ഇതുവരെ പ്രാർത്ഥിച്ചു, അതിനെ കേട്ടു. സ്തോത്രം. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ ഭദ്രതയ്ക്കായിട്ട്, സമാധാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സമാധാനമില്ലാത്ത ഒരു രാജ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. പലവിധമായ കേന്ദ്രങ്ങളിൽ കൂടെ കർത്താവ് ഭരണാധികാരികളുടെ അശ്രദ്ധ മൂലം സമാധാനമില്ലാത്തൊരു രാജ്യമാണ്. ആ രാജ്യത്തെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. നിനക്കല്ലാതെ സമാധാനത്തിന്റെ പ്രഭു ഒന്നല്ലാതെ സമാധാനം ഉണ്ടാകുകയില്ല. ആ സമാധാനത്തിന് വേണ്ടി തിരുമുഖത്തേക്ക് നോക്കുന്നു. രാജ്യത്തെ സൂക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ യുക്രൈനിലെ യുക്രൈനിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഇസ്രായേലിൽ നടക്കുന്ന സമാധാനക്കേടുകൾ, ഇവരൊക്കെ ഞങ്ങൾ ഓർത്ത്, ഞങ്ങൾ എപ്പോഴും ന്യൂസിൽ കൂടെ അല്ലാതെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നീ സകലം കാണുന്നുണ്ട്. സ്തോത്രം. നിന്റെ നേത്രങ്ങളാൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാതെ സ്തോത്രം. അവിടെയുള്ള ജനങ്ങൾ, അവിടെയും ജനങ്ങൾ, നിന്റെ ജനങ്ങൾ ഉണ്ടല്ലോ, നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ അവിടെ എല്ലാം ചിന്നിച്ചേരി പാർക്കുന്നുണ്ടല്ലോ.
അവർക്ക് സമാധാനമില്ല, ലോകത്തിന് സമാധാനമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഹിസ്കിയ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ വസ്ത്രങ്ങളെ തന്നെ കീറി ഞങ്ങൾ തൃപ്പാദത്തിൽ അതെല്ലാം തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. നീ സഹായിക്കണമേ. മണിപ്പൂരിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. അവിടെ നടക്കുന്ന കലാപങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. കഷ്ടാനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുശേഷത്തിനായിട്ട് മരണമടഞ്ഞവരുണ്ട്, ജയിലിൽ പോയവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ യഥാർത്ഥമായ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, ആ ക്രിസ്തുവിലുള്ള സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം അവിടെയുള്ള ജനങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് അവരുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ തന്നെ യുദ്ധം നിനക്കുള്ളതാണ്, പ്രതികാരം നിനക്കുള്ളതാണ്. അങ്ങനെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള കൃപ അവിടെയുള്ള ജനങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലായ്മയുടെ പ്രശ്നം വളരെ വളരെ ഉണ്ടെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, ജീവിക്കാൻ പ്രയാസമായിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ ഇന്ത്യയിൽ അവിഹിതമായ ബന്ധങ്ങൾ മൂലം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഞങ്ങൾ കേൾക്കുന്നു. അതൊക്കെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. വിശ്വാസികളെ ആക്രമിക്കുകയും സഭാഹോളുകളും വസ്തുവകളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന, കള്ളക്കേസുകൾ കൊടുക്കുന്ന, ശത്രുവിന്റെ ആക്രമണങ്ങളിൽ പെടുന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ നടന്നപ്പോൾ നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്നവരെ നീ സഹായിച്ചല്ലോ, സ്തോത്രം. ഛത്തീസ്ഗഡിലെ ഗോത്രവർഗക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ കർത്താവെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഗ്രാമങ്ങളിൽ തുടരാൻ അനുവാദമില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാൽ നീയാണ് ഇതിന്റെയൊക്കെ അധിപതി. രാജ്യം മുഴുവൻ നിന്റെ വകയാണ്. സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയില്ല കർത്താവ്. എന്നാൽ നിന്റെ പിന്തുണ അവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദൈവജനത്തിന് നിന്റെ നാമത്തിൽ നീ സഹായിക്കുകയും അങ്ങനെയുള്ള പാവപ്പെട്ട പുതിയ പുതിയ വിശ്വാസികളുടെ നിലനിൽപ്പിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ഛത്തീസ്ഗഡിനോട് നീ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള അവിശ്വാസികൾ, അവിടെയുള്ള ചില ഭാവികൾ ഇനിയും മാനസാന്തരപ്പെടാനുണ്ടല്ലോ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കണമേ. ആത്മഹത്യാ നിരക്കുകൾ വർദ്ധിച്ചു വരികയാണ്. പ്രയാസങ്ങൾ മൂലം, ദുഃഖങ്ങൾ മൂലം, അനേക കാരണങ്ങൾ മൂലം ആത്മഹത്യകൾ ചെയ്യുന്നവർ വർദ്ധിക്കുന്ന കാലത്ത് നിന്റെ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവരുടെ സാഹചര്യങ്ങളൊക്കെയും അവർക്ക് ആവശ്യമായ കൃപ നൽകി അവരെ സഹായിക്കണമേ. മതവും ജാതിയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ജാതി മതഭേദം ഒന്നുമില്ല, നിനക്ക് അതൊന്നും ഇല്ലല്ലോ. നീ സൃഷ്ടിച്ച ജനം അന്യോന്യം സ്നേഹിച്ച് അന്യോന്യം കരുതി നിന്റെ നാമത്തിന്റെ കൂട്ടാളികളായി തീരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം കർത്താവെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ മക്കളെ അവർ മാനിക്കുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം കർത്താവെ. അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. അതൊക്കെ നീ കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ആ സഹോദരിക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. എത്ര കഷ്ടപ്പെട്ടാണ് നിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ഞങ്ങള് കർത്താവെ അതുപോലെ ആയിട്ടില്ല. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തൃപ്പാദത്തിൽ മുട്ടുകൂത്തുന്നു. ആവശ്യമായ കൃപകൾ നൽകി തുടർന്ന് സഹോദരിമാർക്ക് പ്രാർത്ഥിപ്പാൻ കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി. പ്രാർത്ഥിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ പെൺമക്കളായി ഞങ്ങൾക്ക് കർത്താവെ സമയത്ത് ഞങ്ങൾ പാതകളിലേക്ക് അടുത്തു വരുവാനും എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെടേണ്ട ഗാനങ്ങൾ ഞങ്ങൾ കേട്ടു. അവരുടെ വലിയൊരു കഥ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുവാനും ഞങ്ങൾക്ക് അത് മണ്ണം ജീവിക്കാനും കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങൾ അതുപോലെ നിന്റെ പ്രകാരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ കർത്താവിന്റെ കൃപകൾ തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടപ്പോൾ സമ്പൂർണ്ണ താഴ്ച സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെടുത്ത് കൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വിഷയങ്ങളെടുത്ത് നിർത്തി വെച്ചു. അതൊക്കെയും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം ചെയ്തു. സഭകൾ ഇല്ലാത്ത സ്ഥലം സഭകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭകൾ കർത്താവെ സഭകളില്ലാതെ കർത്താവ് പാടുന്നവരുണ്ട്. അവരെയൊക്കെ എവിടെയൊക്കെ ഉള്ളവരെ കർത്താവ് അവിടുന്ന് സന്ദർശിക്കുക. അവരൊക്കെ വേണ്ടതായ സ്ഥല സൗകര്യങ്ങളും സഭകളും ഒക്കെ നൽകി കർത്താവ് അവരെ സഹായിക്കണം, കരുതണം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന് അസാധ്യമായ കാര്യം ഒന്നുമില്ലല്ലോ. കർത്താവ് സഹായിക്കണമേ. ശക്തമായി ദൈവം സുവിശേഷം അറിയിക്കുന്ന ദേവദാസന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ വിശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യുവക്കന്മാരെ കർത്താവിന് വേദിക്ക് വേണ്ടി കർത്താവെ ഈ ഇന്ത്യയുടെ നാലാ ഭാഗങ്ങളിലും
എന്റെ കർത്താവിന്റെ പേര് ചെയ്യുവാന് ബന്ധനം കേട്ടിട്ടില്ലാത്ത അനേകർ കർത്താവിനെ കേൾക്കുവാന് അനേകർ രക്ഷിക്കപ്പെടുവാന് ഇത് മൂലം കർത്താവ് എവിടെയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം അതാണ് കർത്താവെ. മഹത്വത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ കർത്താവെ അനേകരുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ മാസം കൊടുക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ അനേകം രക്ഷിക്കപ്പെടാൻ എന്റെ കർത്താവ് എവിടെയാക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ പ്രാർത്ഥനാ വീരന്മാരെ പ്രാർത്ഥിക്കുന്നത് അനേക വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വീരന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് കർത്താവ് എല്ലാവർക്കും കർത്താവ് എവിടെയാകണമേ മക്കളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഉടനീളം സുവിശേഷന്മാരെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും കർത്താവ് ഒരു സ്ഥലം പോലും കർത്താവ് ഒരു മീറ്റർ പോലും സുവിശേഷം വരെ അറിയിക്കാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ ദൈവം അനുവദിക്കുന്നില്ല. കർത്താവ് ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ, വായിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേറെ മക്കൾക്കും കർത്താവ് അതിന് വലിയ കൃപകൾ കൊടുത്ത് അവരെ എല്ലാവരുടെ ആരോഗ്യം വിലയൊക്കെയും കൊടുത്ത് അവരുടെ ആവശ്യമൊക്കെ എന്ന് കൂടി ഇരുന്ന് കർത്താവ് സഹായിക്കുകയും കർത്താവിനെ വേറെ ചെയ്യുവാൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് നേരെ മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് അടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭൂലോകമൊക്കെ ഏറ്റവും സാക്ഷികളാകുവാൻ കർത്താവ് കർത്താവെ അല്ലാതെ ഞങ്ങൾക്കും കർത്താവിനെ കുറിച്ച് പറയാൻ കർത്താവിടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഇന്ത്യയും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വർദ്ധിക്കുന്നത് ഞങ്ങൾ കാണാൻ പറ്റുന്ന കർത്താവെ നീചമായ നിലയിൽ വളരെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്റെ കർത്താവ് അതൊന്നും സംഭവിക്കുന്നില്ല. കർത്താവ് ഒന്നുമില്ല. എല്ലാത്തിനും എന്റെ കർത്താവിന്റെ കാലുകൾ തുറന്നിരിക്കുന്നു. നല്ലതും തീയതി ഏതാന്ന് കർത്താവെ അവിടുന്ന് കർത്താവെ എന്നാൽ എന്റെ കർത്താവ് വേണം ചെയ്യുന്ന സ്തോത്രം കർത്താവെ അവിടുന്ന് കൃപകൾ ചൊരിഞ്ഞ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കണം എന്ന് കർത്താവിന്റെ കൃപകൾ ധാരാളം ഓരോരുത്തരുടെ മേൽ കർത്താവ് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള ദൈവം ആരാധന മനസ്സിലാക്കുവാനും എന്താണെന്ന് മനസ്സിലാക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തക്ക സമയത്ത് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. ഉത്സാഹമുള്ളവരാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ യുവതികന്മാരെ കർത്താവിനെ എല്ലാവരും കർത്താവിനെ വിശ്വസിച്ച് വേർപെട്ട ജീവിതം നയിപ്പാൻ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം കർത്താവ് വിശേഷം ഓരോരുത്തരെയും സഹായിക്കണം. കരങ്ങൾ ഉപയോഗിച്ചു കർത്താവ് ദൈവം നിർമ്മിക്കണം. കർത്താവെ അവരുടെ കർത്താവിനെ ബലപ്പെടുത്തി സ്കൂളുകളിലെ കർത്താവിനെ കുറിച്ച് പറയാനാണ് ഓരോ കർത്താവ് നാവിനെ കർത്താവ് ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം നശിപ്പിക്കുവാൻ ഒരിക്കലും ശ്രമിക്കുന്നുണ്ട്. അതായത് കർത്താവ് ഇന്ന് ജനങ്ങൾക്ക് അവരുടെ മനസ്സ് ഏത് നിലയിലാണെന്ന് കർത്താവ് അറിയുന്നു. ഒരിക്കലും ശത്രു അവരെ നോക്കുവാണെങ്കിൽ കർത്താവ് എന്റെ അവരുടെ വചനത്തിന്റെ ചുറ്റും അവരെ പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അനേകർ എന്റെ കർത്താവ് വേറെ ചെയ്യുവാനും ഒതുക്കിക്കൊണ്ടുള്ള ഒരു മുഖാന്തരം അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഓരോ പുതുക്കവും ഓരോ സമയങ്ങളിലും പുതുക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ അവരുടെ സംസാരത്തിലും ജീവിതത്തിലും വിശ്വാസത്തിലും അവർ ലോകത്തിന് മാതൃകയുള്ളവരായി ഇരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അവർ കർത്താവിന് മാതൃകയുള്ളവരായി ലോകങ്ങൾ ലയിച്ചു പോകാതെ എന്റെ കർത്താവിന് നാം മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, കർത്താവ് എഴുന്നേൽപ്പിക്കണമേ, അയക്കണമേ. അവരുടെ വരവേറ്റ പ്രസന്നമായി വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് ന്മാരെ അതിനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനും എന്റെ കർത്താവിന്റെ പേര് ജീവൻ ദാസദാസന്റെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തരുടെങ്കിലും എന്റെ കർത്താവിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ എന്ത് നേടിയാണ് ഞങ്ങൾക്ക് എന്റെ കർത്താവിനെ കൊണ്ട് പേര് ചെയ്യുന്നത് അത് ഉപരിയായി ഞങ്ങൾക്ക് ലോകത്തിൽ ഒന്നുമില്ല. എന്റെ കർത്താവ് ഞങ്ങൾക്ക് സകലത്തിനും മതിയാനായി കൂടെയുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഇതൊക്കെയുണ്ട്. എന്റെ കർത്താവിനെ ഇതുപ്രകാരം മാത്രമാകുവാൻ
സമർപ്പിക്കുന്ന ഞങ്ങളുടെ എഴുകളെ താഴ്ച സമർപ്പിക്കുന്നു. ജീവിതത്തിൽ കർത്താവെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നന്മയ്ക്ക് തടസ്സമായിട്ട് കർത്താവെ അവിടുന്ന് ഞാൻ ജീവിതത്തില് കണ്ടുകൊണ്ടുള്ള എല്ലാ കുറവുകളും കർത്താവ് ക്ഷമിച്ച് കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സഹായിച്ചല്ല നമ്മൾക്കായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി എല്ലാം എന്റെ കർത്താവ് തന്നെ ആയിരിക്കും. കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥിക്കാം. ഭഗവാനും പരിശുദ്ധനുമായ സ്വർഗീയ പിതാവേ, വീണ്ടും അങ്ങേ ബോധപ്പെടുത്തുവാൻ അവിടെ തന്ന വിലയേറിയ നന്ദിക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾക്ക് ഇരുപ്പാൻ പല സ്ഥലങ്ങളിലായെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിന്റെ തിരുസന്നിധാനം വണക്കുവാൻ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ, പാട്ടുകൾ കേൾപ്പാൻ കർത്താവ് സന്ധ്യാസമയം അനുവദിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വനശുശ്രൂഷ പ്രിയമകൾക്ക് ചെയ്യുവാൻ അവിടുന്ന് പ്രിയമകളെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവിടുന്ന് തന്ന കൊടുത്ത വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളും കർത്താവെ ആ നിലയിൽ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളത് പ്രിയമകൾ കൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം കർത്താവെ. വീണ്ടും ഞങ്ങൾ ആ പ്രാർത്ഥന വിഷയങ്ങളുമായി അങ്ങയുടെ മുമ്പാകെ വീണ്ടും വെക്കുകയാണ് കർത്താവെ. അവിടുന്ന് സഹായിക്കണം, കൃപയാൽ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ കർത്താവെ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കർത്താവ് അനേക കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കുഞ്ഞുങ്ങള് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ അവിടുന്ന് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് സഹായിക്കണം. ശത്രു ഒരു കുഞ്ഞുങ്ങളെയും തൊടുവാനിട വരുത്താതെ വണ്ണം ദൈവമക്കളായ കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവഭക്തിയിലും ദൈവ ആശ്രയത്തിലും ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകി സഹായിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അവര് സ്കൂളുകളിലും കോളേജിലും ഒക്കെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകി സഹായിക്കണം കർത്താവെ. അവർ കർത്താവിലേക്ക് നോക്കി കർത്താവെ മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ അവരെ നോട്ടം കർത്താവെ ലോകത്തിലേക്ക് നോക്കുവാനായിട്ട് വരുത്താതെ വണ്ണം കർത്താവിലേക്ക് നോക്കി ആടിപ്പതളേറ്റ കരങ്ങളിലേക്ക് നോക്കി ജീവിപ്പാനുള്ള കൃപ ഓരോ കുഞ്ഞുങ്ങൾക്കും നൽകി അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ലോകം ദൈവമേ നമ്മൾ ദൈവമക്കൾക്ക് അനുകൂലമല്ല കർത്താവെ. എന്നാൽ ദൈവമേ കുഞ്ഞുങ്ങൾ ആരും നശിച്ചു പോകാൻ ഇടവരുത്താതെ വണ്ണം അവരുടെ നോട്ടം തെറ്റിപ്പോകാതെ വണ്ണം കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവിന്റെ സാക്ഷികളായിട്ട് ജീവിപ്പാനുള്ള ദൈവകൃപ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ജീവിപ്പാനായിട്ട് വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണമേ. അതുപോലെ കർത്താവെ പണത്തോടുള്ള സ്നേഹം തിന്മകളും മൂലമായ പ്രശ്നങ്ങളും കൗമാര പ്രായത്തിൽ ദൈവ ആത്മീയമായി നൽകുവാനും കർത്താവെ അവിടുന്ന് സഹായിക്കണം. പണത്തെ അവര് ത്യജിച്ച് കർത്താവെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ തലമുറ ക്രിസ്തുവിനും അവരുടെ അധികാരത്തിനുള്ള ആളുകൾക്കായി കീഴടങ്ങപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന് വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ, അധ്യാപകരെ, ആത്മീയ നേതാക്കന്മാരെ ഒക്കെ ഭരണാധികാരികളെയും സ്നേഹിപ്പാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു കൃപ കർത്താവ് നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തലമുറ ഒരു വല്ലാത്ത നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ. എന്നാൽ ദൈവഭയത്തിലും ദൈവാശ്രയിലും മാത്രമല്ല അവര് പഠിക്കുന്ന സ്ഥാപനങ്ങൾ അധ്യാപകരെ മാനിച്ചുകൊണ്ട്, അതുപോലെ അവര് സൺഡേ സ്കൂൾ അധ്യാപകരെ മാനിച്ചുകൊണ്ട്, അതുപോലെ കർത്താവെ മാതാപിതാക്കളെ അതിലുപരിയായിട്ട് മാനിച്ച് സ്നേഹിച്ച് കരുതി ജീവിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൂടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിലും വളരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിലേക്കൊന്നും അവർ കണ്ണുകൾ പോകാൻ ഇടവരുത്തരുതേ എന്ന് യാചിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ ദൈവവചനത്തില് സത്യത്തെക്കുറിച്ച് അറിവും അത് കാണുവാനും ആത്മീയ കണ്ണുകള് അവർ ദൈവത്തോട് ആവശ്യപ്പെട്ട് ജീവിപ്പാനായിട്ട് കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ വഞ്ചനയിൽ ഒന്നും അകപ്പെട്ടു പോകാതിരിപ്പാൻ വേണ്ടി പ്രത്യേകം അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി അവർ പരമേൽപ്പിക്കുകയാണ് കർത്താവെ. ജീവനുള്ള ആശ്രയം വെച്ചുകൊണ്ട് മാത്രം കർത്താവെ അതിൽ കർത്താവെ പഠിക്കുവാനും തമ്മിൽ വിവേചിക്കപ്പെടുന്നവർ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപ നൽകി സഹായിക്കണം കർത്താവെ. കുഞ്ഞുങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് അവിടുന്ന് ഇടയാക്കണം
ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ വിശ്വാസം ത്യജിച്ച് നിരീശ്വരവാദികളായി ജീവിക്കുന്നവരെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവെ. അവിടുന്ന് ദൈവമേ, ദൈവമക്കളായവരുടെ മക്കളാരും കർത്താവെ ആ നിലയിൽ നിരീശ്വരവാദികളായി തീരുവാനിട വരുത്താതെ വണ്ണം കർത്താവിന്റെ കരങ്ങളിൽ അവരെ താഴ്ത്തി ഭരമേൽപ്പിക്കുകയാണ് കർത്താവ്. അവിടുന്ന് സഹായിക്കണം. അനേക കുഞ്ഞുങ്ങൾ ആ നിലയിൽ പോയിട്ടുണ്ട്. അവര് മടങ്ങി വരണം കർത്താവെ. ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പോയത് തെറ്റായി പോയി എന്നുള്ള മനോഭാവത്തോടു കൂടി ആ കർത്താവെ തകർന്ന ഹൃദയത്തോടു കൂടി മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് എന്നിട്ട് കൂട്ടായ്മയിലേക്ക് അവർ മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകണം. ഇനി ഒരു കുഞ്ഞുങ്ങളും ആ നിലയിൽ പോകുവാനിട വരുത്താതെ വണ്ണം കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങളെയും പരിമേൽപ്പിക്കുകയാണ് അപ്പച്ച. അവിടുന്ന് സഹായിക്കണം. മക്കൾ അതുപോലെ യഥാർത്ഥ ആത്മീയരായിട്ട് വളരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണം കർത്താവെ. കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിച്ച് പക്വതയിൽ വളരുവാൻ അവർ കുഞ്ഞുനാളിലെ പഠിക്കുന്ന വചനങ്ങള് കർത്താവ് അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് കർത്താവെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത് ഗ്രഹിച്ചു വെച്ച് കർത്താവെ അവരുടെ ആത്മീയ ജീവിതത്തിന് അത് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തിയാണ് അവര് പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ കർത്താവിന്റെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ വളരെ ജ്ഞാനത്തോടെ തന്നെ കർത്താവെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അവര് ജ്ഞാനത്തോടു കൂടി ആയിരിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രിസ്തുവിലേക്ക് അവരെ ചൂണ്ടിക്കാണിക്കുന്നവരായി തീരുവാൻ, ആത്മീയമുള്ളവരായി അവരുടെ ജീവിതത്തിലേക്ക് അവരെ വരുവാൻ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കൂട്ടുകാരെ അവര് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നവരായി തീരുവാൻ, ആ നിലയിൽ മാതൃയുള്ള കുഞ്ഞുങ്ങളായിട്ടായിരിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കണം. അവരുടെ നടപ്പ്, അവരുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് അവരുടെ കൂട്ടുകാരും ഈ നല്ല ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാതൃയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ കർത്താവെ അവര് സഭയ്ക്കും അവര് കർത്താവെ ലോകത്തിനും അതുപോലെ സമൂഹത്തിനും ഒക്കെ പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ആ കുഞ്ഞുങ്ങളെ എല്ലാ നിലയിൽ ഉറപ്പിച്ച് വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണം. അവരെ കുഞ്ഞുങ്ങളാരും കർത്താവ് നശിച്ചു പോകരുത്, അവരെ കൈവിടരുത് അപ്പച്ച. അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി എല്ലാ കുഞ്ഞുങ്ങളെയും പരമേൽപ്പിക്കുന്നു അപ്പച്ച. സഹായിക്കണം, കൃപ നൽകണം, കൃപയാൽ നിറയ്ക്കണം, കുഞ്ഞുങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ദൈവം അതുപോലെ മക്കൾ യഥാർത്ഥമായി ആത്മീയരായി വളരുവാനും ഒക്കെ കർത്താവ് അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ മഹത്വവും തൃപ്പാതെ സമർപ്പിക്കുന്നു. സകലവും ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹവാനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഹോദരന്മാരായ ഞങ്ങൾ പല പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഒരു മനസ്സോടെ കടന്നു വന്നിരിക്കുകയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണല്ലോ ഞങ്ങളുടെ ഏക ആശ്രയം, അവലംബവും കോട്ടയും. അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളുടെ ദൈവഹിത പ്രകാരമുള്ള പഠനത്തിനും തൊഴിലിനും വിവാഹത്തിനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ദൈവനാമ മഹത്വത്തിന് തക്കവണ്ണം ഉള്ള ജോലിയിൽ പ്രവേശിക്കുവാനും വിവാഹം കർത്താവെ അവർക്ക് തക്ക തുണയെ ലഭിക്കാനും ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിരവധി പേരുടെ മക്കൾ വിവാഹിതരാകാനുണ്ട്. അവർ ദൈവഹിത പ്രകാരം ഒരു തുണയെ കണ്ടെത്തുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത തലമുറ നശിക്കുന്നതിന് നാം ഉത്തരവാദിയായി തീരാതിരിക്കേണ്ടതിനായി അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായിട്ട് ഞങ്ങൾ ജീവിച്ചു കാണിക്കുവാൻ കർത്താവ് ഞങ്ങൾക്കും കൃപ നൽകിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയെ ബാധിച്ചിരിക്കുന്ന മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലുള്ള വിശ്വാസികൾ ഐക്യം, പരസ്പര സ്നേഹം, സഹകരണം, പരസ്പര കൈത്താങ്ങൽ എന്നിവ പ്രകടമാക്കുവാൻ വേണ്ടിയ ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും ഐക്യതയിൽ ഒരുമനപ്പെട്ട് എല്ലാ വിശ്വാസികളും അന്യോന്യം സഹകരിച്ച് ജീവിപ്പാൻ എന്റെ പൊന്നു കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുതിർന്നവരും കുട്ടികളും ബൈബിൾ വായനയിലുമുള്ളവരാകേണ്ടതിനും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബൈബിൾ വായിച്ച് കർത്താവെ അവർ ദൈവീയ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ സഹായിക്കണമേ. സഭയിലുള്ള ഓരോ കുട്ടികളും മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഡിവോഴ്സിന്റെ ഒക്കെ എത്തിപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ എത്രയും വേഗം കൂടിച്ചേരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ, അവരോട് കൃപ തോന്നണമേ.
അവരോട് അങ്ങയുടെ വചനം ഹൃദയത്തിൽ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂപ്പന്മാർ ദൈവഹിത പ്രകാരം സഭയെ നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല വിശ്വാസത്തെയും ആത്മീയ വളർച്ചയ്ക്കായി ഉണർവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും ആത്മീയ വളർച്ച ആത്മീയമായ പക്വതയുള്ളവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ സഭകളും വളരെ ഉത്സാഹത്തോടെ സുവിശേഷീകരണം നിർവഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള എല്ലാ വ്യക്തികളും സുവിശേഷം പറയുവാൻ ഉള്ള എല്ലാ ഉത്സാഹത്തോടും കൂടി ജീവിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികൾക്ക് ആശ്വാസം, രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സാമ്പത്തികമായിട്ട് അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസാനം ആദ്യത്തെക്കാൾ നല്ലതാകുവാൻ സഹായിക്കുമാറാകണമേ. അനാഥരെയും വിധവമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിലുള്ള ഉറച്ച വിശ്വാസവും സാക്ഷ്യ ജീവിതവും നയിക്കുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരോടും എന്റെ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല വിടുതലിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകളില്ലാത്തവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജസ്ലി, അഞ്ചു, ഷീന ജോൺസൺ, സെറിൻ, അരുൺ, ഇവരെയൊക്കെ ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കൊക്കെയും ഓരോ കുഞ്ഞുങ്ങളെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ, അവരോട് കൃപ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ക്ലേശിച്ച പ്രാർത്ഥനാ വിഷയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ലതാ സഹോദരി ഇനി കൂടുതൽ അങ്ങയ്ക്ക് വേണ്ടി ഉത്സുകരായി പ്രവർത്തിക്കുവാൻ എന്റെ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവജനങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. സകലവും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയായി ഉപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ പരിശുദ്ധ പിതാവാം ദൈവമേ. ആമേൻ. പ്രാർത്ഥിച്ചു. വേഗം പ്രാർത്ഥിച്ചോട്ടെ. ഇനി 5 മിനിറ്റോടെ ഉള്ളു. പ്രാർത്ഥിക്കാനായിട്ട് ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടല്ലോ ആന്റി? കിട്ടുന്നില്ല. എല്ലാവർക്കും കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടല്ലോ ആന്റി? എല്ലാവർക്കും ഉണ്ട്. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളാവുന്ന അടിയങ്ങൾക്ക് ഇങ്ങനെ കടന്നു വന്ന് നിന്നെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, പാട്ടുകൾ പാടുവാൻ ദൈവമേ നീ നൽകി തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇത്രയും വരെ കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന നിന്റെ ദാസിയിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, തന്റെ അനുഭവത്തിൽ കൂടെ കർത്താവെ തന്റെ മകള് ആ വചനമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ദൈവം കൊടുത്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ പോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആറ്റകുറ്റപ്പണികളൊക്കെയും ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് കൂടുതലായ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവമേ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നീ ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. തുടർന്നും കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുവാൻ ഈ നാളുകൾ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓൺലൈൻ മാധ്യമങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക ഈ ഓൺലൈൻ മാധ്യമം ഗെയിംസിന്റെ മറ്റും കുഞ്ഞുങ്ങൾ അടിമേലായി പോവാൻ ഇടയാകാതെ വണ്ണം കർത്താവെ, അത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാൻ തക്ക സമയത്ത് കർത്താവെ അതൊക്കെ നീ ദൈവമക്കൾക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ആ കുഞ്ഞുങ്ങൾ കർത്താവെ നീ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഞങ്ങളുടെ
എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവെ. നീ അവർക്ക് സഹായിയായി കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേക പൂഞ്ഞാ സഭയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ പണി എത്രയും പെട്ടെന്ന് തീരുവാൻ കർത്താവെ, അത് സാമ്പത്തികമായ ആവശ്യങ്ങളിലെല്ലാം കർത്താവെ നീ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കടന്നു വന്ന കർത്താവെ, അത് തീർന്ന ദൈവ മക്കൾക്ക് കർത്താവെ ആരാധിപ്പാനുള്ള സാവകാശം ദൈവമേ നീ ഒരുക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ഹാളില്ലാത്ത സഭകൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായി രാറ്റുപേട്ട ചർച്ചിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിലെ ശുശ്രൂഷകരണത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല സ്ഥലങ്ങളിലും കർത്താവെ ദൈവവചനം എത്തിയിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളുണ്ടല്ലോ കർത്താവെ. രക്ഷിക്കപ്പെട്ടവരൊക്കെയും ചുരുക്കമാണ് കർത്താവെ. നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷാത്ത ഗ്രഹങ്ങൾ കർത്താവിന്റെ വചനം ഈ നാളുകൾ വേഗം എത്തുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുന്നതിന്റെ എല്ലാ ദാസീദാസന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വേലയിലായിരിക്കുന്ന നിന്റെ എല്ലാ ദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശങ്ങളില് കർത്താവെ അനേകയിടങ്ങളിൽ കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു പോകുന്ന നിന്റെ ദാസിദാസന്മാരെയൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും പേരായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നാഥ, നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ സുവിശേഷന്മാരെ ഓർക്കുന്നു കർത്താവ്, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു കർത്താവ്, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ഇടങ്ങളില് കഷ്ടതയും പ്രയാസത്തിലും കൂടെ കടന്നു പോകുന്ന എല്ലാ ദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അനേക ഇടങ്ങളിലെ കർത്താവെ സുവിശേഷന്മാരെ കഷ്ടത്തിലും പ്രയാസത്തിലും കൂടെ കടന്നു പോകുന്നു കർത്താവെ. അവരെ ഓരോരുത്തരെയും പേരായി ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് വെക്കുന്നു. നിന്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങൾ കർത്താവിന് വേണ്ടി ജീവനപ്പെടുവാൻ കർത്താവെ, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഈ ദിവസങ്ങളിൽ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. സ്വല്പസമയം കൂടെ നിന്റെ സന്നിധി ഇരിക്കട്ടെ. നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന പൊന്നപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ. സമയമുണ്ടോ ഷീബ സിസ്റ്റർ? ഒരു 4 മിനിറ്റ് കൂടെ ഉണ്ട് മാമ. അപ്പൊ പ്രാർത്ഥിച്ചോ. ഈ സുവിശേഷകന്മാരുടെ പേര് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും. അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സൗഹൃദാന്തരമേ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് കർത്താവ് ഇതുവരെയും അവിടുത്തെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അനേകം കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ നോക്കുന്നതോട് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ ഓരോ ദിവസവും അവിടുത്തെ കൃപയിൽ തന്നെ വർദ്ധിച്ചുവിടാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി പരിമേൽപ്പിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. ആന്ധ്രാപ്രദേശിലെ വേല ചെയ്യുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുധാകർ വിജയ്ക്ക് വേണ്ടി, സുധാറാണിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുധാകരൻ കോണ്ടായിക്കും സുധാറാണിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ സുധാകർ ബാബുവിനും വിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുധാകർ റാവുവിനും സുനിൽ ദമ്പതിക്കും പത്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുധാകർ എമ്മയ്ക്കും മാത്തമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുദർശൻ ടി ചാന്ദ്രകലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുധീർ കുമാറിനും പ്രസന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഗണ സൗരായിക്കും ചന്ദ്രമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഗമ്മ സൗര സുദുക്കമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഖു സൗര ജ്യോതിക്ക് സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടത്തേക്ക് ഗവൺമെന്റ് ഉണ്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹായിക്കണമേ. മരഞ്ജലി ജോലി സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന വേലയെ അനുഗ്രഹിക്കണമേ. സബ്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുന്ദർ റാവുവിന് കൊണ്ടുകോളായിക്കും മേരി സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുന്ദർ റാവുവിന് ചുക്കമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണാണിക്കണം കർത്താവെ. സുന്ദർ രത്നമ്മയ്ക്കും ലവ്യനായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൺഫർ രാജുവിനും പതുക്കായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുരേഷ് എമ്മും മേരി സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹോദരൻ സുരേഷ് ബാബുവിനും കഞ്ചുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുരേഷ് കുമാറിനും സ്വാതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുരേഷ് കുമാറിനും എസ്തർ റാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആന്ധ്രാപ്രദേശ് ശുശ്രൂഷ വേല ചെയ്യുന്ന സുരേഷ് ബാബുവിനും സുവർണ രാജുവിനും
എല്ലാ മണ്ഡലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുവർണറാവുവിനും പ്രഭാവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണേ. സുവാർത്തമ്മ തയ്യായിക്കും ചന്ദ്രഭവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആന്ധ്രാപ്രദേശ് കർത്താവേലയുന്ന സോമണ്ണയ്ക്കും യോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമീതൂനും സുവർണത്തമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വാമിനാഥ FD ജ്യോതി സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ശ്യാംബാബുവിനും പ്രമീളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ശ്യാം ശാലമിനും കേദരായിക്കും അഭിനമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്യാമള റാവുവിനും കർത്താവെ ചന്ദ്രകനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകാരാം കുടുംബ റാവുവിനും മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിധിക്ക സഹോദരൻ ചന്ദ്രകലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലാരി സോളമൻ രാജുവിനും ചന്ദ്രകലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലാരി സോമൻ രാജുവിനും അന്നായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്മണ്ടൂറു മങ്കടി മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. തിമോത്തി കുടപതി സഹോദരൻ ശാന്തകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിമോത്തി സലോമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിമോത്തി ഏലൂരിനും രമാദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബുവിനും പീരു അരുണായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രിമൂർത്തിലു സൗര സഹോദരനും പരിമാകായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിമോത്തി ജയ്ക്കും അത്തമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിമോത്തി സവരായ്ക്കും ഗംഗമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടൈറ്റസ് ജഞ്ചുവിനും സുഭർത്താമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടൈറ്റസ് കെയ്ക്കും സൗഭാഗ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദയകുമാറും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശ്രീനിവാസൻ റാവുവിനും വെങ്കടലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിവൻ പിയും സരക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്രാവുവിനും ഇമാലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്രാവുവിനും സാറായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്രാവു നീനത്തിനും സുബ്ബമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുബ്ബാറാവുവിനും സുബ്ബമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്ബാറാവു നലമിനും കോട്ടേശ്വരി ഗമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബയ്യ സബരായിക്കും ഗോസോമോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്രഹ്മണ്യം ആറിനും മഞ്ജുളായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുധര ദാവുവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിഷ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുദർശനൻ റാഹേലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥനയതിനു വേണ്ടി കെട്ടിക്കാൻ സ്തോത്രം. അവിടെ അന്തായുടെ ഫലഭൂമികളായിട്ട് ചെയ്യുന്ന വേനൽമുഖാനും അനേക കർത്താവിനെ അറിയാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്തായിൽ ഇപ്പോൾ ധാരാളം വേലകൾ നടക്കുന്നുണ്ട്. കർത്താവ് വേലയുണ്ട്, വേലക്കാരും ചെയ്യുന്നു, വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാ വേലക്കാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിനായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയതിനെ കൊണ്ട് കെട്ടിക്കാൻ സ്തോത്രം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിനെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ ആമേൻ. താങ്ക് യു ആൻറ്റി. Thank you.